ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സന്തോഷമായിരിക്കുന്നു എന്ന് ടീച്ചർമ്മ വിചാരിക്കുന്നു. മക്കളെ, രാവിലെ ഞാൻ നമ്മുടെ $1,000,000 മോർണിംഗ് റൊട്ടീൻ പ്ലാറ്റിനം ഫാമിലിക്കൊപ്പം കംപ്ലീറ്റ് ചെയ്തു. രാവിലെ തന്നെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ മനസ്സിന് സമാധാനം, എന്താ സ്വസ്ഥത. അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ശാന്തതയിലേക്ക് എത്തും. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർമ്മ എങ്ങനെയാണ് എന്ത് കാര്യങ്ങൾ വന്നാലും വളരെ സ്ട്രോങ് മൈൻഡിലിരിക്കുന്നത്, എപ്പോഴും എങ്ങനെയാണ് പോസിറ്റീവായിരിക്കുന്നത്, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചിരിക്കാൻ പറ്റുന്നത്? ടീച്ചർമ്മയുടെ ചിരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് ആ ചിരി, മനസ്സിൽ നിന്ന് വരുന്ന ചിരിയാണ്. അത്രയും ആ ഒരു ചിരി കാണുമ്പോഴാണ് നമുക്ക് ചിരിക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പിന്നെ ഏതൊരു സാഹചര്യത്തിലും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാനും വളരെ എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടിരിക്കാനും ഒക്കെ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. എൻ്റെ മക്കൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. പലർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല. കുറച്ച് ദിവസമൊക്കെ ചെയ്യും, പിന്നെ പ്രാക്ടീസുകൾ മുടക്കും. അങ്ങനെ നമ്മൾ വല്ലപ്പോഴും ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ. കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ കേട്ടു. എൻ്റെ മക്കൾക്ക് ടീച്ചർമാർ കഥ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 8 വയസ്സുള്ള മകള് പിന്നെ ബാൽക്കണിയിലിരുന്ന് അവളിങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ ആ ഇരിക്കുന്ന സെറ്റിയുടെ അപ്പുറം ഇപ്പുറം 2 ആപ്പിൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ മകള് 2 ആപ്പിൾ ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ ഇത് എന്തെടുക്ക, ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ മോള്, ആപ്പിള് അച്ഛന് തരുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ കുട്ടി എന്ത് ചെയ്തു, ആദ്യത്തെ ആപ്പിൾ എടുത്തു കടിച്ചു, എന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ 2ാമത്തെ ആപ്പിൾ എടുത്തു കടിച്ചു, അവിടെ വെച്ചു. പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉണ്ടായി. ഞാൻ നിലത്ത് വയ്ക്കാതെ കൊണ്ട് കിടക്കുന്ന എൻ്റെ മോള്, ഞാൻ അത്രയും സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞ്, ഞാനൊരു ആപ്പിൾ തരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ 2 ആപ്പിളും എടുത്ത് കടിച്ചു വെച്ചു. ഒരച്ഛനെന്ന നിലയിൽ ഞാനൊരു പരാജയമാണോ? എൻ്റെ കുഞ്ഞെന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള സ്നേഹം കൊടുക്കുന്നുണ്ട്, നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, എല്ലാ ജീവിത സാഹചര്യങ്ങളും കൊടുക്കുന്നുണ്ട്, നല്ല ട്യൂഷൻ, നല്ല എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? പക്ഷേ കുഞ്ഞെന്താ എന്നോട് തിരിച്ച് സ്നേഹം കാണിക്കാത്തേ? ഇങ്ങനെയുള്ള പല ചിന്തകളും അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി മക്കളെ, അച്ഛൻ കഴിക്കാതിരിക്കാനാണോ 2 ആപ്പിൾ നീ എടുത്ത് കടിച്ചു വെച്ചേ? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അച്ഛാ, ആദ്യത്തെ ആപ്പിൾ ഞാൻ കഴിച്ചു നോക്കി, പക്ഷേ എന്നിട്ട് ഞാൻ 2ാമത്തെ ആപ്പിൾ കടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആദ്യത്തെ ആപ്പിളിനെക്കാട്ടിയും മധുരം ഉള്ളതാണ് ഈ 2ാമത്തെ ആപ്പിൾ. ഈ 2ാമത്തെ ആപ്പിൾ ഇന്നാ അച്ഛന് എന്ന് പറഞ്ഞ് വെച്ച് നീട്ടി. ഈ അച്ഛൻ വല്ലാതെ വിഷമിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെ നെഗറ്റീവായിരുന്നു. കുഞ്ഞെന്താ ചിന്തിച്ചത്, എൻ്റെ അച്ഛന് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, ആദ്യത്തെ ആപ്പിളിനെക്കാട്ടിലും മധുരമുള്ളത് രണ്ടാമത്തെ വേണം, ഏറ്റവും മധുരമുള്ളത് വേണം എൻ്റെ അച്ഛന് കൊടുക്കാനെന്നാണ് ആ കുഞ്ഞ് ചിന്തിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. മക്കളെ, ഇതുപോലെയാണ് പല കാര്യങ്ങളും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2 സുഹൃത്തുക്കൾ, അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ആദ്യത്തെ സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ ജംഗ്ഷനിലൂടെ നടന്നു പോവാണ്. അപ്പോൾ 2ാമത്തെ സുഹൃത്ത് എതിരെ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇവൻ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തെ? ഇവനോട് മിണ്ടിയില്ലല്ലോ, ഇവൻ്റെ മനസ്സിൽ ഇനി ആരെങ്കിലും വല്ല വിഷമം കുത്തിവെച്ചോ? പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരാൻ തുടങ്ങി. ഇവനെ ഞാൻ എത്ര സഹായിച്ചിട്ടുണ്ട്, ഇവൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ ഞാൻ ഒത്തിരി സഹായിച്ചതാ, നന്ദി കേട്ടവൻ, എന്നെ കണ്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ആരൊക്കെയോ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷം കുത്തിവെച്ച് കാണും, എൻ്റെ മോളുടെ വിവാഹം വരട്ടെ, ഞാൻ ഇവനെ ക്ഷണിക്കില്ല. അങ്ങനെ ഈ വ്യക്തിയുടെ മകളുടെ വിവാഹം വന്നു. അദ്ദേഹം ഈ സുഹൃത്തിനെ ക്ഷണിച്ചില്ല. സുഹൃത്ത് ഇത് അറിഞ്ഞു ഭയങ്കര വിഷമമായി. അദ്ദേഹം നേരെ ഓടി ഈ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു, എടാ, നിൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു, നീ എന്നെ ക്ഷണിച്ചത് പോലും ഇല്ല. അപ്പോൾ പറഞ്ഞു, ഞാനെന്തിനാ നിന്നെ ക്ഷണിക്കുന്നത്? നീ അന്ന് ജംഗ്ഷനിൽ വെച്ചിട്ട് എന്നെ കണ്ടിട്ട് നീ മൈൻഡ് ചെയ്ത പോയില്ലേ? എപ്പോൾ? ആ വ്യക്തിക്ക് ഓർമ്മ പോലുമില്ല. ആ വ്യക്തി എന്തോ ചിന്തിച്ച് ഇങ്ങനെ പോയ സമയത്ത് ശരിക്കും കണ്ടതുപോലുമില്ല ആ വ്യക്തി. ബാക്കിയെല്ലാം ഈ വ്യക്തി മനസ്സിൽ കഥകൾ മെനഞ്ഞു കൂട്ടിയതാണ്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അതാണ് സത്യം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാറുണ്ട്, പലരെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങളും, അതായത് നമ്മൾ പറയില്ലേ,
കുരുക്കാത്ത കള്ളങ്ങൾ, അവരുടെ വീഡിയോസിന് റീച്ച് കിട്ടാൻ വേണ്ടി, അവർക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ വേണ്ടി, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരെയും താറടിച്ച് കാണിച്ച് അതിൽ നിന്നും ഇൻകം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വേറൊരാളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടല്ല നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത്. അവനവൻ്റെ നിങ്ങൾ നോക്കിയ ടീച്ചർമ്മ എല്ലാ ദിവസവും പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് എല്ലാ ദിവസവും 365 ഡേയ്സ് നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് തന്നുകൊണ്ടേയിരിക്കുക. അതും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സൂപ്പർ. ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് കണ്ട് പലപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. ഞാൻ വിചാരിക്കും എന്ത് രാവിലെ തന്നെ അങ്ങനത്തെ മോട്ടിവേഷൻ, രാവിലെ ഒരു ചായയും കൊണ്ടിരുന്ന ഈ ഒരു മോട്ടിവേഷനൊക്കെ കേട്ടാൽ തന്നെ ഒരു മനുഷ്യന് രാവിലെ അന്നത്തെ ദിവസം സൂപ്പറാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് മനുഷ്യന് പ്രയോജനപ്പെടുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് നന്മയിലൂടെ പണം സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിൽ സിൽവർ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഓരോ മാസവും നമുക്ക് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി വരും. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും ആരുടെ തലയിൽ ചെന്ന് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പറയും, വേഗം പോയി ടീച്ചർമാരുടെ ക്ലാസ്സിൽ കയറി. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത് കൊടുത്തു, മറ്റുള്ളവർ ക്ലാസ്സിലേക്ക് വരുന്നു, അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് എടുത്തു. ഓരോ സ്റ്റുഡൻസും 10ഉം 15ഉം പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം സൂപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാണുന്നവരുടെ ഇവിടെ ഇന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് സൂപ്പറാന്ന് പറയും. അത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അല്ലേ, ഓരോ കാര്യങ്ങളും വിജയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെയാണ് സക്സസ്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആരെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, ആരെയും താറടിച്ച് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്നവനെ വലിച്ച് താഴത്തേക്ക് ഇടാൻ വേണ്ടി എന്ത് കള്ളങ്ങളും പറഞ്ഞു പരത്തി ആൾക്കാരുടെ മനസ്സിലേക്ക് മോശമായി ചിത്രീകരിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ആരെങ്കിലും പറയുന്നതിൽ വാസ്തവികതയുണ്ടോ, ഇതൊന്നും നോക്കാതെ അവരതെല്ലാം വെള്ളം തൊടാതെ വിശ്വസിച്ച് മറ്റുള്ള ഒരു തെറ്റും ചെയ്യാത്തവരെ കല്ലെറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ലോകത്തെ 85% ആൾക്കാരും നെഗറ്റീവാണെന്ന്. പക്ഷേ ഞാനിപ്പോൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മോർ ദാൻ 90% ആൾക്കാരും നെഗറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള മനുഷ്യരെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണും, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ നമ്മുടെ വീഡിയോസ് കാണും, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അവർക്കൊക്കെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ത്വരയുണ്ട്. ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ആർക്കും മോശം കമന്റ് ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല. ടീച്ചറും അത്രയും സത്യത്തിലും നന്മയിലുമാണ് ഓരോ സ്റ്റുഡൻസിനെയും വളർത്തിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങളിപ്പോൾ നേരത്തെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറയില്ല, ആ സുഹൃത്ത് അടുത്ത ദിവസം വിളിച്ചു, കേടാ നീ ഇന്നലെ എന്നെ കണ്ടിട്ട് മിണ്ടാഞ്ഞെന്ത്, എടാ ഞാൻ കണ്ടില്ലടാ. അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ മനസ്സിൽ എന്തെല്ലാം നെഗറ്റീവ് ചിന്തിച്ച് വിട്ട്, ഇതുപോലെ നിങ്ങളും പലരോടും പിണക്കം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വന്നിട്ട് വേണം എരിയിരുത്തരിടാ, മറ്റേ ആൾ നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കൺമുന്നിൽ കാണാതെ നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ നേരിൽ കാണാത്ത കാര്യം നമ്മളത് വിശ്വസിക്കരുത്. പല ആൾക്കാരും നമ്മളെ തങ്ങളെ തെറ്റിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാനും വേണ്ടാത്ത കുഴുത്തിരുമ്പുകളെല്ലാം ചെയ്യും. അറിയാലോ, നെഗറ്റീവായിട്ടുള്ള മനുഷ്യരുടെ പരിപാടി ഇതൊക്കെയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് അതൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ നശിപ്പിക്കരുത്. അതാണ് ടീച്ചർമ്മയ്ക്ക് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലമായിട്ട് ആരോടെങ്കിലും ഒക്കെ മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്നു പറഞ്ഞത് കേട്ട് വിശ്വസിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങളൊന്ന് വിലയിരുത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണോ അവരോട് പോയി നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ മക്കളെ നമ്മുടെ ജീവിതത്തിൽ, കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ടീച്ചർമാ സിൽവർ ക്ലാസിന്റെ പുതിയ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് നമ്മുടെ സിൽവർ ക്ലാസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള ഒരുപാട് പുതിയ പ്രാക്ടീസുകളുമായി സിൽവർ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം തന്നെ എല്ലാ പ്രാവശ്യത്തിലും കട്ടി അഡ്മിഷൻ കൂടുതൽ വന്നു കഴിഞ്ഞു. ഇനി ഏതാനും സീറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന നമ്പറിൽ ഇപ്പം തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക മക്കളെ. നമുക്കൊരു ജീവിതത്തിൽ നമ്മൾ വിജയം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് സക്സസ്ഫുൾ ആകണം, എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണം. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ടീച്ചർമാർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്? ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് എങ്ങനെ ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകും, എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാം, എങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാം, സമാധാനം കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുഞ്ഞു പ്രാക്ടീസുകളിലൂടെ. ആ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനുഷ്യരുടെ ജീവിതം മാറണം, ഓരോ കുടുംബങ്ങൾ സ്വർഗ്ഗതുല്യമായി മാറുകയാണ്. അങ്ങനെ നമ്മൾ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ അടുത്ത ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർ നിങ്ങൾ ഏത് ബാച്ചിലാണ് അഡ്മിഷൻ എടുത്തതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. 1 PM ബാച്ച് ആണെങ്കിൽ 1 PM ബാച്ച്, അല്ലെങ്കിൽ 9 PM ബാച്ച് ആണെങ്കിൽ 9 PM ബാച്ച് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ മക്കളെ. അപ്പോൾ അതുപോലെ തന്നെ ഓൾറെഡി സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഗോൾഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പലരും ചോദിക്കുന്നുണ്ട് ടീച്ചർമാർ പ്ലാറ്റിനം ക്ലാസ് എന്താണ്, അതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ ടീച്ചർമാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ടീച്ചർമാർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മക്കളെ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള മനുഷ്യരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. നെഗറ്റീവായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. കാര്യം എന്താ, അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യവുമില്ല, ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന, ആരെയും താറടിച്ച് കാണിക്കണം, ഉള്ള കള്ളത്തരങ്ങളും പറഞ്ഞ് ജീവിക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ ആയിപ്പോകും. അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്നത് നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുക. നല്ല വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, നല്ല ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള അറിവ് ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം കാണുക. എൻ്റെ മക്കൾ നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.